ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാള സ്റ്റോറീസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഏത് കഥയാണ് പറയുന്നത്? മുതലയുടെയും കുരങ്ങച്ചൻ്റെയും കഥയായിക്കോട്ടെ അല്ലേ? ഒരു പുഴവക്കത്ത് വലിയ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആൽമരത്തിൽ എന്താ ഉണ്ടാവുക? ആൽമരത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു അത്തിപ്പഴത്തിൻ്റെ മരം. ഈ ആൽമരത്തിൽ കുറേ കിളികളും പക്ഷികളൊക്കെ വല്ലപ്പോഴും, അതായത് ഈ കിളികളൊക്കെ നമുക്കറിയാം മഴക്കാലത്തൊന്നും ഉണ്ടാവില്ല, പെരും വെയിലൊക്കെ ഉണ്ടാകുമ്പം വല്ലപ്പോഴും മാത്രമേ വന്ന് ചേക്കാറുള്ളൂ. എന്നാൽ ഈ അത്തിമരത്തിൽ ഒരു കുരങ്ങച്ചൻ ഒരിക്കൽ വന്നെത്തി. കുരങ്ങച്ചൻ എങ്ങനെയാണ് വന്നെത്തിയതെന്ന് കൂട്ടുകാർക്കറിയോ? അവർ വലിയ കൂട്ടമായാണ് കുരങ്ങച്ചന്മാർ ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു കുരങ്ങൻ കൂട്ടത്തിലുള്ള കുരങ്ങന്മാരോടൊപ്പം മരത്തിൽ ചാടിക്കളിക്കുന്ന സമയത്ത് ചാട്ടം പിഴച്ചു പോയാൽ പിന്നെ കുരങ്ങന്മാർ കൂട്ടത്തിൽ കൂട്ടുകയില്ല. അങ്ങനെയാണ് നമ്മുടെ കുരങ്ങച്ചൻ എന്ത് ചെയ്തത്? ഈ അത്തിമരത്തിൽ വന്നെത്തുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ആൽമരം ഇടിയേറ്റ് ഉണങ്ങിപ്പോവുകയും ചെയ്തു. അതോടെ ഈ അത്തിമരം മാത്രമായി ഈ പുഴക്കരയിലുള്ളത്. അങ്ങനെ കുരങ്ങച്ചൻ ആ അത്തിമരത്തിലെ പഴങ്ങളൊക്കെ പറിച്ച് തിന്നുകൊണ്ട് സുഖമായി ഇങ്ങനെ ജീവിച്ചു. പക്ഷെ അവനൊറ്റ ദുഃഖമേ ഉണ്ടായുള്ളൂ. എന്താ ദുഃഖം? ഇഷ്ടം പോലെ തിന്നാൻ അത്തിമരത്തിൽ പഴങ്ങളുണ്ട്, താഴെ പുഴയിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതൊക്കെ കുടിക്കുക, അത്തിമരത്തിൽ ഇങ്ങനെ താമസിക്കുക. പക്ഷെ കുരങ്ങച്ചൻ്റെ സങ്കടം അവനൊരു കൂട്ടുകാരില്ല എന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വെള്ളം കയറുമല്ലോ മഴക്കാലത്ത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു മുതല എങ്ങനെയോ ഒഴുകി ഈ പുഴയിലൂടെ നമ്മുടെ കുരങ്ങച്ചൻ താമസിക്കുന്ന അത്തിമരത്തിൻ്റെ ചുവട്ടിലെത്തി. അപ്പം അവിടെ മുതല കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? പുഴയിലുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇഷ്ടം പോലെ അത്തിപ്പഴം വീണ് കിടക്കുന്നു. മുതല എന്ത് ചെയ്തു? കുറേ എണ്ണത്തിൻ്റെ അടുത്ത് പോയി ബ്ലും ബ്ലും എന്ന് പറഞ്ഞിട്ട് എല്ലാം വിഴുങ്ങി. നല്ല മധുരമുള്ള അത്തിപ്പഴം മുതലയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഈ പഴം കാഴ്ചയെടുക്കുന്ന മരത്തിൻ്റെ മുകളിലേക്ക് ആര് നോക്കുന്നത്? മുതല നോക്കുന്നത്. നോക്കുമ്പോൾ എന്താ കണ്ടത്? അവിടെ താണ്ടേ നമ്മുടെ കുരങ്ങച്ചൻ. അപ്പോൾ കുരങ്ങച്ചൻ മുതലയെയും കണ്ടു. കുരങ്ങച്ചൻ എന്ത് ചെയ്തു? സുഹൃത്ത് എന്ന നിലയിൽ ആദ്യം തന്നെ മുതലയ്ക്ക് കുറേ അത്തിപ്പഴങ്ങൾ പെറുക്കുന്നത് കണ്ടപ്പോൾ അവന് ഇഷ്ടമായിരിക്കുമെന്ന് കരുതി വീണ്ടും കുറേ അത്തിപ്പഴങ്ങൾ കൊഴിച്ചിട്ട് കൊടുത്തു. മുതല അതെല്ലാം പെറുക്കി തിന്നു. അങ്ങനെ എന്ത് ചെയ്ത് തിരിച്ചു പോയി. വൈകുന്നേരം പിറ്റേന്ന് രാവിലെ തന്നെ മുതല വന്നപ്പോൾ എന്ത് ചെയ്ത്? പിന്നെയും അവിടെ താഴെ വീണ് കിടക്കുന്ന അത്തിപ്പഴങ്ങളൊക്കെ പെറുക്കി തിന്നു. കുരങ്ങച്ചൻ കുറേ എണ്ണം കൊഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുരങ്ങച്ചൻ മുതലേനോട് പേര് ചോദിച്ചു. എന്താ കൂട്ടുകാരെ പേര്? അമ്മാമ്മൽ പേരൊക്കെ പറഞ്ഞു. വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. പിന്നീട് അങ്ങോട്ട് ദിവസവും വീട്ടിലേക്ക് കൊണ്ടുപോകാനും മുതലച്ചാർക്ക് കുരങ്ങച്ചൻ എന്ത് ചെയ്യും? ഈ അത്തിപ്പഴം കൊഴിച്ചു കൊടുക്കും. മുതലേൻ്റെ ഭാര്യക്കൊക്കെ എന്ത് ഇഷ്ടം പോലെ അത്തിപ്പഴം കൊണ്ട് കൊടുക്കും. ഇതിങ്ങനെ വളരെ സന്തോഷത്തിൽ മുതലയും കുരങ്ങും തമ്മിലുള്ള ചങ്ങാത്തം നീണ്ടു പോയി. ഒരു ദിവസം മുതലയുടെ ഭാര്യ മുതലേനോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ദിവസം ഈ അത്തിപ്പഴം കൊണ്ട് തരുന്നുണ്ടല്ലോ, ഈ അത്തിപ്പഴം തന്നെ തിന്നുന്ന കുരങ്ങുണ്ടല്ലോ, ആ കുരങ്ങിൻ്റെ ഹൃദയം എത്രയെങ്ങാനും രസമുണ്ടാവും. എനിക്കതുകൊണ്ട് ആ കുരങ്ങൻ്റെ ഹൃദയം കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അപ്പം മുതലച്ചാർ പറഞ്ഞു, എടി ദുഷ്ടേ,
നീ എന്താ ഈ പറയുന്ന? എൻ്റെ കൂട്ടുകാരനല്ലേ, അവൻ്റെ ഹൃദയം എടുക്കാൻ പറ്റുമോ? അവനെ കൊല്ലണ്ടേ? അവനെ കൊല്ലാനൊന്നും ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പം മുതലപ്പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് അവനെയാണല്ലോ കൂടുതൽ ഇഷ്ടം, ആയിക്കോട്ടെ, നമുക്കിത് തന്നെ കിട്ടുന്ന തന്നെ ഭാഗ്യം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുതലച്ചാരൻ എന്ത് ചെയ്തെന്നറിയാം, കുരങ്ങച്ചൻ്റെ അടുത്ത് വന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയപ്പം കണ്ട കാഴ്ച എന്താ? മുതലപ്പെണ്ണിന് തീരെ സുഖമില്ല. ആകെ ശരീരടക്കി കുഴഞ്ഞ് വിറങ്ങലിച്ച് പനിച്ച് കിടക്കുവാൻ. അപ്പോൾ മുതലച്ചൻ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? അപ്പം പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഞാൻ എന്താ അസുഖം എന്നറിയില്ല, ആകെ ക്ഷീണവും കുഴച്ചിലൊക്കെയാണ്. പക്ഷേ കാട്ടിലുള്ള ഒരു കുറുനരി വൈദ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കുരങ്ങൻ്റെ ഹൃദയം തിന്നാൽ മാത്രമേ രോഗം മാറുള്ളൂ. അപ്പം മുതലച്ചൻ വിചാരിച്ചു, എന്തായാലും വേണ്ടിയില്ല, കുരങ്ങനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല, തൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണോ, ഈ കുരങ്ങൻ്റെ ഹൃദയം കൊണ്ട് കൊടുക്കണമെന്ന് മുതലച്ചാർ പദ്ധതിയിട്ടു. അങ്ങനെ പിറ്റേന്ന് വീണ്ടും മുതലച്ചാർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കുരങ്ങൻ്റെ അടുത്തെത്തിയപ്പോൾ കുരങ്ങ് താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അവരതിന് മാത്രം ചങ്ങാതിമാരായിരുന്നു കേട്ടോ. അങ്ങനെ താഴെ ഇറങ്ങി വന്നു, മുതലയുടെ അടുത്ത് വന്ന് കഥകളൊക്കെ പറഞ്ഞു. അപ്പം മുതലച്ചാർക്ക് ഭയങ്കര വിഷമം. എന്താ ചോദിച്ചു. അപ്പം മുതലച്ചാർ പറഞ്ഞു, നിൻ്റെ അടുത്തുനിന്ന് കുറേ കാലമായി ഞാനിങ്ങനെ അത്തിപ്പഴമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു, പക്ഷെ നിന്നെ ഇതുവരെ സൽക്കരിക്കാൻ എനിക്ക് അവസരമേ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യ കാത്തു നിൽക്കുന്നുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പം കുരങ്ങച്ചൻ പറഞ്ഞു, ആയിക്കോട്ടെ, സന്തോഷം, നിൻ്റെ വീട്ടിലേക്ക് വരുന്നതിനെന്താ. അങ്ങനെ നിഷ്കളങ്കനായ കുരങ്ങച്ചൻ എന്ത് ചെയ്ത് മുതലയുടെ പുറത്ത് കയറിയിരുന്നു. മുതല കുരങ്ങനെയും കൊണ്ട് വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി. ഏകദേശം ഇവരുടെ എത്താനായ സമയത്താണ് മുതല തൻ്റെ മനസ്സിലിരിപ്പ് കുരങ്ങനോട് പറയുന്നത്. എന്താ പറഞ്ഞത്? മുതല പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് അസുഖം ബാധിച്ച് കിടപ്പിലാണ്. നിൻ്റെ ഹൃദയം കുരങ്ങൻ്റെ ഹൃദയമല്ലാതെ അതിന് പരിഹാരമില്ല. അതുകൊണ്ട് നിൻ്റെ ഹൃദയം കൊടുക്കണം, അതിനുവേണ്ടി നിന്നെ കൊല്ലാനാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുരങ്ങച്ചൻ്റെ നെഞ്ചിൽ വലിയ വിഷമമുണ്ടായി. എന്ത്, ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും താൻ ഇങ്ങനെയൊക്കെ അത്തിപ്പഴം പറിച്ചു കൊടുത്തിട്ടും ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഈ നന്ദി കെട്ട മുതല തന്നെ ഇതാ കൊല്ലാൻ പോകുന്നു. ഭയങ്കര വിഷമം തോന്നി കുരങ്ങച്ചന്. പക്ഷെ ജീവൻ രക്ഷിക്കുകയാണല്ലോ പ്രധാനം. കുരങ്ങച്ചൻ പറഞ്ഞു, പൊന്നു സുഹൃത്തെ, നീ എന്നെപ്പറ്റി ഇങ്ങനെയാണോ കണക്കിലാക്കിയിരിക്കുന്നത്? നീ ഈ വിഷയം എന്നോട് ആദ്യം പറയണ്ടേ? എൻ്റെ ഹൃദയം ഞാനായി അത്തിമരത്തിലല്ലേ സൂക്ഷിക്കുന്നത്, അത് നിനക്കങ്ങ് എടുത്തു തന്നാൽ പോരെ? എനിക്ക് ഹൃദയത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, ഞാനത് എടുത്തു തരൂലേ? നീ അവിടുന്ന് ഒരു വാക്ക് പറയണ്ടേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ ഒരു കാര്യം ചെയ്യും, എന്നെയും കൊണ്ട് അങ്ങോട്ടേക്ക് നീന്ത്, ഞാൻ വേഗം പോയിട്ട് എടുത്തിട്ട് അവിടുന്ന് എടുത്തു തരാം എനിക്ക്, എന്നാൽ പിന്നെ ഞാൻ കൊണ്ട് പോയാൽ പോരെ, വിഷയം കഴിയില്ലേ എന്ന് പറഞ്ഞു കുരങ്ങച്ചൻ. നേരെ ഇവർ ആ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് തന്നെ മുതല വീണ്ടും നീന്തി. അത്തിമരത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയേ ഉള്ളൂ, ചാടിപ്പിടിക്കാന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ തന്നെ കുരങ്ങച്ചൻ എന്ത് ചെയ്തെന്നറിയോ? ചാടി മരക്കൊമ്പിലേക്ക് കയറി. മരക്കൊമ്പിൽ കയറി ഇരുന്നിട്ട് മുതലയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടാ, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? നിൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഹൃദയം വേണമല്ലേ? ഇത്രയും ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച് നിനക്കിങ്ങനെ അത്തിപ്പഴം പറിച്ചു തന്ന്, നിനക്ക് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കാനുള്ള അത്തിപ്പഴമൊക്കെ പറിച്ചു തന്ന്, ഇത്രമാത്രം നിന്നെ സ്നേഹിച്ച എന്നോട് നീ ചെയ്തത് വളരെ നന്നായി. മേലിൽ എൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്, എൻ്റെ കാല് ഞാൻ വെട്ടും, പോടാ ദുഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുരങ്ങച്ചൻ മുതലയെ ആട്ടി പായിച്ചു. അപ്പം മുതല പറഞ്ഞു, ചങ്ങാതി, അതയാൾ ഞാൻ പോകുകയല്ലേ, എന്നാലും നിൻ്റെ ഹൃദയം ഒന്ന് എടുത്തു തന്നൂടെ?
എടാ മണ്ട, ആരുടെയെങ്കിലും ഹൃദയം മരത്തിൻ്റെ മുകളിലുണ്ടാവുമോ? ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ജീവി ചത്തുപോയില്ല. ഇത്ര പോലും നിനക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് കുരങ്ങച്ചൻ മുതലയോട് പറയുകയും അവനെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഏതൊരു സുഹൃത്തിനെയും നമ്മൾ ചതിക്കാൻ ശ്രമിച്ചാൽ ആ ബന്ധം തകർന്നു പോകും എന്നതാണ് കഥയുടെ ഗുണപാഠം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നന്ദി, നമസ്കാരം.